സ്വർണ്ണവില നിർണയം അവിചാരിത പ്രശ്നത്തിൽ. സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയിലെ പിളർപ്പും പ്രശ്നങ്ങളും സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രതിഫലിക്കുന്നു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അബ്ദുൽ നാസർ നയിക്കുന്ന വിഭാഗം പ്രഖ്യാപിച്ച വിലയനുസരിച്ച് ഇന്ന് പവന് 63,560 രൂപ. ഭീമ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന മറുപക്ഷ വില പവന് 63,520 രൂപ. പവനിൽ 40 രൂപയുടെ വ്യത്യാസം. ഇന്ത്യക്കാരുടെ ഉച്ചാരണ രീതി പാശ്ചാത്യ ഉപയോക്താക്കൾക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടോ? ഉച്ചാരണ പ്രശ്നം മാറ്റാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുകയാണ് ഒരു കോൾ സെന്റർ അധികായൻ. ഫ്രഞ്ച് കമ്പനിയായ ടെലി പെർഫോമൻസ് ഉപയോഗപ്പെടുത്തുന്ന AI മുന്നിൽ ആക്സന്റ് പ്രശ്നം പമ്പ കടക്കും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംസ്ഥാനമല്ലേ കേരളം? 9 വർഷത്തിനിടയിൽ പൂട്ടിയ MSMEകൾ 42,179. തൊഴിൽ പോയവർ 1 ലക്ഷത്തിലേറെ. ഇതേ ചൊല്ലി കോൺഗ്രസ് നേതാവ് ശശി തരൂരും വ്യവസായ മന്ത്രി P രാജീവുമായി വാദപ്രതിവാദം. 3 ലക്ഷത്തിലധികം സ്ഥാപനങ്ങളാണ് 3 വർഷത്തിനകം ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതെന്ന് മന്ത്രി. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ, IRCTC എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാർ നവരത്ന പദവി സമ്മാനിച്ചു. മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന നവരത്ന പദവിയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതോടെ 26 ആയി. ധനം ബിസിനസ് മീഡിയ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ സംഗമം ഈ മാസം 8-ന് കൊച്ചി ലേ മെറിഡിയൻ കൺവെൻഷൻ സെന്ററിൽ. അന്താരാഷ്ട്ര പ്രമുഖരായ 30-ലേറെ പേർ സമ്മേളനത്തിൽ പ്രഭാഷകരാകും. 40-ൽ പരം പ്രമുഖ കമ്പനികൾ പ്രദർശനത്തിൽ പങ്കെടുക്കും. ഹെൽത്ത് കെയർ മേഖലയിൽ മികവ് തെളിയിച്ച ആശുപത്രികൾക്ക് എക്സലൻസ് പുരസ്കാരം സമ്മാനിക്കും.